അദാനി ഹിൻഡൻബർഗ് കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കോടതി മേൽനോട്ടത്തിലുള്ള സമിതി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് വിധി പറയുക. അദാനി ഗ്രൂപ്പിനെതിരെ US ആസ്ഥാനമായുള്ള ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങളിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുള്ള ഹർജികളിലാണ് വിധി പറയുക. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസ് വിധി പറയാനായി മാറ്റിയത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പിന്റെ സെക്യൂരിറ്റീസ് നിയമലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മാർച്ചിൽ സുപ്രീംകോടതി സെബിയോട് നിർദ്ദേശിച്ചിരുന്നു. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് AM സപ്രയുടെ നേതൃത്വത്തിൽ 6 അംഗങ്ങളടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയും കോടതി രൂപീകരിച്ചിരുന്നു. എന്നാൽ നേരത്തെ സെബിക്കെതിരായ ആരോപണങ്ങളിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അന്വേഷണത്തിൽ കാലതാമസം നേരിടുന്നത് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് അതൃപ്തി പ്രകടിപ്പിച്ചത്. സിബി ഒരു സ്വതന്ത്ര സംവിധാനമാണെന്നും ഓഹരി വിപണിയിലെ കൃത്രിമങ്ങളിൽ അന്വേഷണം നടത്താൻ അധികാരമുള്ള സ്ഥാപനമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. കൃത്യമായ തെളിവുകളില്ലാതെ സെബിയെ അവിശ്വസിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ തങ്ങൾ എങ്ങനെ നിയമിക്കുമെന്നായിരുന്നു DY ചന്ദ്രചൂഡ് ചോദിച്ചത്. കേന്ദ്ര സർക്കാരിനും അദാനി ഗ്രൂപ്പിനും ഒരുപോലെ നിർണായകമാണ് ഇന്നത്തെ സുപ്രീംകോടതി ഉത്തരവ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.